ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ദിനം കൂടെ കർത്താവ് നൽകി. പ്രത്യേകിച്ച് പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ അതിൻ്റെ മൂന്നാമത്തെ പകലിലും ഉപവാസത്തോട് പ്രാർത്ഥനയോടുകൂടി അടുത്ത് വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവമിടയാക്കി. ഞാനും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു മാന്യതയാണ് പ്രാരംഭത്തിൽ തന്നെ പ്രാർത്ഥിപ്പാൻ ഇടയാക്കുന്നത്, ഉപവസിപ്പാൻ ഇടയാക്കുന്നത്. അതൊരനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ആണ്ടിൻ്റെ ആരംഭം മുതൽ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി, ആ പദം എത്ര പേരാ പറഞ്ഞേ? എപ്പോഴും, ഓൾവേസ് ഹിസ് ഗൈഡൻസ്. അവിടുത്തെ നിയന്ത്രണമുണ്ട്, അവിടുത്തെ നോട്ടമുണ്ട്, എപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ തന്നെ ദൈവത്തിൻ്റെ ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞ് നമ്മെ കർത്താവ് നടത്തട്ടെ. ഈ പുതുവർഷത്തിലേക്ക് സന്ദേശങ്ങൾ കൈമാറുമ്പോൾ 31 രാത്രിയിലും ഇന്നലെ ഉപവാസ പ്രാർത്ഥനയിലുമൊക്കെ ഒരു പദം എടുത്ത് ഞാനിങ്ങനെ ഓർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പദം ഇങ്ങനെയായിരുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു പദം. വിശുദ്ധ ലൂക്കോസ് 13-ന്റെ 8-ാം വാക്യത്തിൽ നിന്ന് ഒരു പദം. ദ ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 13 വേഴ്സ് 8. അതിനകത്തെ പദം ഇങ്ങനാണ്. മതി. നമ്മുടെ ചിന്ത, പുതുവർഷ ചിന്ത, ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. എല്ലാവരും എന്നോടൊപ്പമുണ്ടാവും. ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. ഒന്ന് കരമുയർത്തി പറയാമോ? ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മൂന്നാമത്തെ സന്ദേശമാണ് ഈ ഒരൊറ്റ ചിന്തകളിലൂടെ കൈമാറുന്നത്. വ്യത്യസ്ത ചിന്തകൾ കർത്താവ് നൽകുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞ ഒരു വചനം, സിമ്പിൾ ട്രാൻസ്ലേഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ, അതിന് നാം ഉപയോഗിക്കുന്ന ബൈബിളിൽ അതിന് കർത്താവേ, അതിന് അവൻ കർത്താവേ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ സിമ്പിൾ ട്രാൻസ്ലേഷൻ POC ബൈബിളിലൊക്കെ കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ്: കൃഷിക്കാരൻ അവനോട് പറഞ്ഞു. എങ്ങനെയാണ്? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു. ആ പദം ഇച്ചിരൂടെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം കിളയ്ക്കുന്നതാരാ? കൃഷിക്കാരനാ. വളം ഇടുന്നതാരാ? കൃഷിക്കാരനാ. ഈ ആണ്ടൂടെ നിൽക്കണമെന്ന് പറഞ്ഞതാരാ? കൃഷിക്കാരനാ. പ്രതീക്ഷ ഉള്ളതാരാ? കൃഷിക്കാരനാ. സ്തോത്രം. അപ്പോൾ അതിങ്ങനെയാണ് വാക്യം കൊടുത്തിരിക്കുന്നത്. 7-ാം വാക്യത്തിലും അങ്ങനെ കേട്ടോ. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അവിടെയും കൃഷിക്കാരനോടെന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും കൃഷിക്കാരനെന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ. നമ്മുടെ ചിന്ത അതാണ്. ഈ വർഷം കൂടെ നിൽക്കട്ടെ. ഇവിടെ എല്ലാവരും ഉണ്ടോ? ഈ വർഷം കൂടെ നിൽക്കട്ടെ. അപ്പൊ ഇന്നത്തെയും മെസ്സേജിന്റെ കണ്ടന്റ് അതാണ്. ഈ വർഷം കൂടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഒരു വർഷം കൂടെ നിൽക്കട്ടെ. ഞാൻ ആവർത്തിക്കുന്നു, 2026 കൂടെ നിൽക്കട്ടെ. 2026 കൂടെ നിൽക്കട്ടെ. എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്? അപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു, ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ, ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ. ഈ ആണ്ട് കൂടെ നിൽക്കുവാൻ അനുവദിച്ചതാരാണ്? കർത്താവാണ്. സ്തോത്രം. ഞാൻ ആ വാക്യം, 8-ാമത്തെ വാക്യം മറ്റൊരു ട്രാൻസ്ലേഷനിൽ അതിപ്രകാരം, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ കൊടുത്തിരിക്കുന്നത്, Sir, the man replied, leave it alone for 1 more year. അപ്പം എത്ര നാൾ കൊടുക്കണം?
ഒറ്റ ആണ്ട് കൂടെ, ഇംഗ്ലീഷിൽ വരുമ്പോൾ ലീവ് ഇറ്റ് അലോൺ ഫോർ 1 more year, 1 വർഷം കൂടെ കൊടുക്കട്ടെ. അപ്പോൾ ഉറപ്പാണ് അതിൻ്റെ ആയുസ് എന്ന് വരെ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് വിശദമാക്കുന്നില്ല. എങ്കിൽ ലേവ്യയിലെ 19 ഒരു പദം ഞാൻ പറഞ്ഞിരുന്നു. 5-ാം കൊല്ലം നിങ്ങൾക്ക് പാലമെടുത്ത് നിങ്ങൾ വർദ്ധിച്ചു വരേണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7-ാം കൊല്ലത്തിലേക്ക് കടന്നിരിക്കാം. അപ്പോഴും ഫലമില്ല. 6-ാം കൊല്ലവും ഫലമില്ല. ഉടമസ്ഥന് ഇനിയും വേണ്ട. പക്ഷെ ഒരു കൃഷിക്കാരൻ പറയുന്നു, ഇല്ല, ഈ ആണ്ട് കൂടെ ഒന്ന് നിന്നോട്ടെ. സ്തോത്രം. ഞാൻ ഇങ്ങനെ ഇന്നത്തെ ചിന്ത ചേർത്ത് പറയാം. ഇന്നത്തെ നമ്മുടെ മെസ്സേജിന്റെ കണ്ടന്റ്, ദൈവത്തിൻ്റെ വർഷം ഈ 2026 തീരണം. ദൈവത്തിൻ്റെ പദ്ധതികളുടെ വർഷമായി തീരണം. അതായത് കൃഷിക്കാരനൊരു പ്രതീക്ഷ ഉള്ളോണ്ടല്ലേ പറഞ്ഞത്, എന്താ, ഈ വർഷം കൂടെ നിൽക്കട്ടെ. അതായത് ഒരു വലിയ പ്രതീക്ഷ, a great expectation. ചെറിയ പ്രതീക്ഷയല്ല, ഒരു വലിയ പ്രതീക്ഷയുണ്ട്. അതെ, ഒരു വലിയ പ്രതീക്ഷ കൃഷിക്കാരനുണ്ട്. ഒരു പ്രാവശ്യം കൂടെ നോക്കട്ടെ. അതിൻ്റെ അർത്ഥം ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിൻ്റെ വർഷങ്ങൾ നഷ്ടമാക്കിയെങ്കിൽ ഇന്ന് പകൽ, ഞാൻ ഇന്നലെ നിർത്തിയത് ഇങ്ങനാണ്, നമുക്കൊരു യു-ടേൺ എടുക്കാം. മെയ്ക്ക് എ യു-ടേൺ. ഒന്ന് തിരിഞ്ഞു വന്നാൽ ദൈവം പ്രവർത്തിച്ചുകൊള്ളും. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒന്ന് അല്ലെങ്കിൽ ഒന്ന് യു-ടേൺ എടുക്കുകയാണെങ്കിൽ, ഒരു പുതിയ തീരുമാനം എടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തിയുണ്ട്. ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയായിത്തീരും. ഇത് വിളിച്ചറിയിക്കുന്നത് നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ എന്നുള്ളതാണ്. ഈ അത്തിയെ സംബന്ധിച്ച് ഇന്നലെ ഞാൻ വായിച്ചു കൽപ്പിച്ചല്ലോ, സദൃശം 27:18 ഇന്നലെ വായിപ്പിച്ചത് കൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നില്ല. എന്നാൽ ഇന്നാദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി കുറിച്ചു വെക്കാൻ മാത്രം പറയാം. സദൃശ 27:18 അതിങ്ങനെയാ കാണുന്നത്, അത്തിയെ കാക്കുന്നവൻ അതിന്റെ പഴം തിന്നും, ഉറപ്പാണ്. 128-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, നിന്റെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അപ്പോൾ അത്തിവൃക്ഷത്തെ സംബന്ധിച്ച് അതിനെ കാക്കുന്നവന്, അതിനെ പരിപാലിക്കുന്നവന് അതിൻ്റെ നന്മ അനുഭവിച്ചേ മതിയാകൂ. ഒരു നന്മ വീട്ടിനകത്ത് വന്നേ മതിയാകത്തുള്ളൂ. ഫലവത്തായ ട്രീ, ഔഷധ ഗുണമുള്ള ട്രീ, ഗുണമുള്ളത്, മരുന്നിന് ഉപയോഗിക്കാവുന്നത്, അത്തിപ്പഴക്കട്ട ഏറ്റവും ശ്രേഷ്ഠമായത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച്, ഈ അത്തിവൃക്ഷത്തെ സംബന്ധിച്ച് ഫലം നോക്കിയിട്ട് കിട്ടാതിരിക്കുമ്പോൾ, ഞാനൊരു പദം ഇങ്ങനെ ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ കൊടുക്കാം, അത്തിയുടെ നഷ്ടപ്പെട്ട സംവത്സരങ്ങളാണ് പുറകിലുള്ളത് എന്ന് പറഞ്ഞാൽ പ്രയോജനരഹിതമായ വർഷങ്ങൾ. പ്രിയരെ, പ്രയോജനരഹിതമായ വർഷങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായെങ്കിൽ ഈ പുതിയ വർഷം, ഈ ആണ്ടിവിടെ നിൽക്കാൻ അനുവദിച്ചിരിക്കുമ്പോൾ പ്രയോജനമുള്ള വർഷമായി ഈ വർഷം തീരണം. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പ്രയോജനമുള്ള വർഷമാക്കി തീർക്കണം. നഷ്ടത്തിൻ്റെ കണക്കല്ലേ നമുക്ക് പറയാനുള്ളൂ? ശരിയല്ലേ ദൈവമക്കളെ? നഷ്ടത്തിൻ്റെ കണക്കല്ലേ ആണ്ട് നോക്കിയാൽ പറയാനുള്ളൂ? ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ഈ പുതിയ വർഷം 102-ാം സങ്കീർത്തനത്തിൽ ഒരു പദമുണ്ട്, ദൈവത്തിൻ്റെ
സംവത്സരങ്ങൾ. 102:27 സാംസ് 102:27 അവിടെ കാണുന്നു, നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുക ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവം അനന്യനാകുന്നു. He is an unchanging God. മാറ്റമില്ലാത്ത ദൈവം എന്ന് പറഞ്ഞാൽ 25 പറഞ്ഞത് വാഗ്ദത്തമാണെങ്കിൽ 26 കർത്താവ് പൂർത്തീകരിക്കും. അവിടുന്ന് മാറ്റം വരുത്താത്ത ദൈവമാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വർഷം, ദൈവത്തിൻ്റെ ആണ്ട് 26-ാം ആണ്ട് ഞാൻ ഇങ്ങനെ ആവർത്തിക്കുന്നു, അത് ദൈവപ്രവൃത്തിയുടെ വർഷമായി തീരണം. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻഡ്ലെസ്. അവസാനമില്ലാത്തതാണ്, പ്രതീക്ഷ ഉള്ളതാണ്, പ്രതീക്ഷ ഉള്ളതാണ്. സ്തോത്രം. ഈ അത്തിയുടെ കാര്യത്തിലും ആ സ്റ്റോറിയിലും എൻഡ്ലെസ് സ്റ്റോറിയാണ്. എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറി തീരുന്നുണ്ടോ? ആ പാരബിൾ അവസാനിക്കുന്നുണ്ടോ? എൻഡ് ഉണ്ടോ അതിന്? സ്റ്റോപ്പ് ഉണ്ടോ അതിന്? ഇല്ല. കാരണം എന്താണെന്നറിയാമോ? മേലാൽ കായ്ച്ചെങ്കിലോ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കട്ടെ, പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. അതിന് അവസാനമില്ല സ്റ്റോറിക്ക്. കാരണം അത് നീണ്ടുപോകുന്നു. മനസ്സിലായവർക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ സംവത്സരങ്ങൾ അത് അവസാനിക്കുന്നില്ല, അത് തീരുന്നില്ല. ദൈവപ്രവൃത്തി തീർന്നിട്ടില്ല. ഈ 2026 ദൈവപ്രവൃത്തിയുടെ വർഷമാക്കി ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്തതാക്കണമേ എന്നാഗ്രഹിച്ചു സ്തോത്രം പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? മാറ്റമില്ലാത്ത ദൈവമാച്ച എൻ്റെ ദൈവം, എൻ്റെ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. ജീവിതത്തിൽ അത്ഭുതങ്ങളിലൂടെ ദൈവം നടത്തുന്നത് അത് വർണ്ണിക്കാൻ എനിക്ക് കഴിയത്തില്ല. സ്തോത്രം. ഞാൻ പലപ്പോഴും വിളിച്ചു പറയാറുള്ളത് പോലെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ 4 ബഹറിൻ ദിനാർ, ബഹറിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ 4 ബഹറിൻ ദിനാറായിരുന്നു ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം, മറ്റൊന്നുമില്ലായിരുന്നു. കൂട്ടത്തിൽ എൻ്റെ പിതാവും ഇറങ്ങി 30-ാം ദിവസം മരണപ്പെട്ടപ്പോൾ എടുത്തത് അദ്ദേഹം ഉപയോഗിച്ച ഈ ബൈബിൾ, ഇതേ ബൈബിൾ. എത്ര വർഷം എൻ്റെ പിതാവ് ഉപയോഗിച്ചെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഈ ബൈബിൾ ഉയർത്തി ഇന്ന് വരെ അവിടുത്തെ വർഷം, ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രതീക്ഷ അവസാനിച്ചില്ല. ഇന്ന് വരെ അത്ഭുതകരമായി നടത്തി. ഞാനത് കൂടെ പറയുന്നത് വിരക്തിയായി തോന്നരുത്, കേൾവിക്കാർക്കൊരനുഗ്രഹമാകട്ടെ. ഈ പുസ്തകം ചുമന്നാൽ ചുമക്കുന്നവനെ ഈ പുസ്തകം ചുമക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ ബൈബിൾ നീ ഉയർത്തിയാൽ, ഈ ബൈബിൾ ഇന്നുയർത്തിയാൽ നാളെ ഈ ബൈബിൾ നിങ്ങളെ ചുമക്കും. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിതാവ് മരണപ്പെട്ടു സുവിശേഷ വേലയ്ക്കിറങ്ങി 30-ാമത്തെ ദിവസം എൻ്റെ പിതാവ് മരണപ്പെട്ടെങ്കിൽ അദ്ദേഹം വെച്ചു പോയ ഈ ബൈബിൾ മാത്രം എടുത്തുകൊണ്ടാണ് സുവിശേഷ വേലയിൽ ഇന്ന് വരെ നിന്നത്. എൻ്റെ കർത്താവ് ഇതുവരെയും ഉയർത്തി. ഈ പുസ്തകം എന്നെ ഉയർത്തി. ഇന്ന് പകൽ വിശ്വസിച്ചാമേൻ പറയാമോ? ബൈബിൾ ഉയർത്തിയോ? ബൈബിൾ നമ്മെ ഉയർത്തോ? വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ബൈബിൾ താത്തുവെക്കരുത്, ബൈബിൾ താത്തുവെക്കരുത്. ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. ഈ പുസ്തകം ചുമക്കാൻ എന്നെ ഏൽപ്പിച്ചു. ആ പ്രതീക്ഷ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുന്നതല്ല. എന്നാൽ അത്തിക്കൊരു കഥ പറയാനുണ്ട്. നോക്കി നിന്നിട്ടും ഫലമില്ല. അർത്ഥമിങ്ങനാണ്: നഷ്ടമായ സംവത്സരം.
നഷ്ടമായ സംവത്സരം. ഈ മെസ്സേജിൻ്റെ ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് വരികയാണ്. അത്തിക്ക് നഷ്ടമായ വർഷം തിരികെ കിട്ടുമോ? തിരികെ പ്രാപിക്കാൻ കഴിയുമോ? ഞാൻ ഒരു ദൈവദാസൻ പറഞ്ഞൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഞാൻ സ്നേഹിക്കുന്ന ഒരു ദൈവദാസന പാസ്റ്റർ TM മാമച്ചൻ. നിങ്ങൾക്കറിയാമായിരിക്കും, സുവിശേഷ വേലയിൽ ഇറങ്ങിയ ആരംഭ കാലഘട്ടത്തിൽ ഞങ്ങളോട് രണ്ടുപേരോടുമായിട്ട് എൻ്റെ വൈഫിനോട് ചേർത്ത് ഏതോ ഒരു സന്ദർഭത്തിൽ ഏതോ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ ഒത്തിരി നഷ്ടപ്പെടുത്തിയെങ്കിൽ എല്ലാം കൂടെ കർത്താവ് ഒന്നിച്ചു തരും. ഓർക്കുന്നോ? കർത്താവ് ഒന്നിച്ചു തരുമെന്ന്. ഞാൻ ഇന്ന് പകൽ ആ വാക്ക് കടമെടുത്ത് പറയാ, നഷ്ടമായതിനെ കർത്താവ് ഒന്നിച്ചു തരാൻ മതിയായവനാണ്. ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും നഷ്ടപ്പെട്ടത്, ചിലപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയവരായിരിക്കാം. ദൈവനാമത്തിന് വേണ്ടി ചിലത് ത്യജിച്ചവരായിരിക്കാം. ദൈവനാമത്തിന് വേണ്ടി സർക്കാർ ജോലി വേണ്ടാന്ന് വെച്ചതായിരിക്കാം. എൻ്റെ അനുഭവം അതാണ്. ഇന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി ജീവിക്കാമായിരുന്നു, എന്നാൽ അതും വേണ്ട എന്ന് വെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ നഷ്ടമാക്കിയതിനെ ദൈവം ഒന്നിച്ച് തിരിച്ചു തരും, ഇരട്ടിയായിട്ട് തിരിച്ചു തരും. വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് മാത്രമേ നഷ്ടമായത് മടക്കിത്തരാൻ കഴിയത്തുള്ളൂ. ലോകത്തിനൊരു മനുഷ്യന് നിനക്ക് നഷ്ടം വരെ മടക്കിത്തരാൻ കഴിയത്തില്ല. നഷ്ടമായതിനെ മടക്കിത്തരുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. നഷ്ടമായ വർഷം, നഷ്ടമായ ആരോഗ്യം, നഷ്ടമായ അനുഭവങ്ങൾ, നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നത് തിരിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിച്ച് ആമേൻ പറയുന്നവരെ കരമൊന്നടിച്ചേ. നഷ്ടമായതിനെ മടക്കി തരുക ദൈവത്തിന് കഴിയുമെന്ന്. നഷ്ടപ്പെട്ട സംവത്സരത്തെ, ഫലമില്ലാതെ പോയ സംവത്സരത്തെ മടക്കി തരുവാൻ ദൈവത്തിന് കഴിയൂ. ദൈവത്തിന് കഴിയൂ. ദൈവത്തിന് കഴിയൂ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നഷ്ടമായതിനെ ദൈവം മടക്കി തരും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. യോവേൽ പ്രവചനം നഷ്ടത്തിൻ്റെ കഥയാകട്ടോ. പുഴു തിന്നു, വെട്ടുക്കിളി തിന്നു, തുള്ളൻ വന്നു, പച്ചപ്പുഴു തിന്നു, എല്ലാം നഷ്ടമായി പോയി. ശൂന്യത മാത്രം മുൻപിൽ നിൽക്കുന്നു. സംവത്സരങ്ങൾ എണ്ണി നോക്കിയാൽ ഫലമില്ലാത്ത വർഷം. പഴയ നിയമ ഇസ്രായേലിനോട് പറഞ്ഞൊരു പ്രവചനമുണ്ട്. യോവേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ, യോവേൽ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ ഈ ചിന്തയോട് ചേർത്ത് ഞാൻ പറയുമ്പോൾ, നീ നഷ്ടമായ സംവത്സരമോർത്ത് അതിയെ ദുഃഖിച്ചിരിക്കുകയാണോ? പക്ഷെ തോട്ടക്കാരനൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ഒറ്റ പ്രാവശ്യം കൂടെ വളമിട, ഒറ്റ പ്രാവശ്യം കൂടെ കിളയ്ക്ക, ഒറ്റ പ്രാവശ്യം കൂടെ കല്ല് പെറുക്കിക്കളയോ. തോട്ടക്കാരന്റെ പ്രതീക്ഷ, കൃഷിക്കാരന്റെ പ്രതീക്ഷ. ആമേ, ഇതിൽ നിന്നൊരു ഫലം വരും. ഇന്ന് പകൽ ആത്മനിയോഗത്താൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാ. നഷ്ടമായ സംവത്സരങ്ങൾ മുൻപിലുണ്ട്, തോറ്റ സംവത്സരങ്ങൾ മുൻപിലുണ്ട്. ആമേൻ, ജയിച്ചില്ലെന്ന് വിലപിക്കുന്ന വർഷങ്ങൾ പിൻപിലുണ്ട്, പിൻപിലുണ്ട്. പുറകിൽ നോക്കിയ തോൽവിയുടെ കഥയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഈ വചനം എവിടൊക്കെ ചെല്ലുന്നു? നീ തോറ്റുപോയോ? പരാജയപ്പെട്ടവനാണോ? തോറ്റവനാണോ? എല്ലാവരും നിന്നെ പുറകിലിരുത്തിയോ? എല്ലാവരും നല്ല മാർഗം മേടിച്ചപ്പോ പുറകിക്കൊണ്ടിരുത്തിയോ? എല്ലാവരും നല്ല സ്ഥാനത്തിരുന്നപ്പോ പുറകിക്കൊണ്ട് വന്നിരുത്തിയോ? ഇല്ല, കർത്താവ് നിന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് നഷ്ടപ്പെട്ട സംവത്സരം തിരിച്ചു പിടിക്കേണ്ട വർഷമാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നഷ്ടപ്പെട്ട സംവത്സരത്തെ തിരിച്ചു പിടിക്കണം. അതാ കൃഷിക്കാരൻ പറയുന്നത്. ഒരാണ്ട് കൂടെ അല്ല, ഈ വർഷം കൂടെ ഒന്ന് നിന്നോട്ടെ, ഒന്ന് നിന്നോട്ടെ. ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഈ വർഷം ഞാനങ്ങ് കായ്ക്കാം കർത്താവേ, ഈ വർഷം ഞാൻ പ്രയോജനപ്പെടാൻ കർത്താവേ. നഷ്ടപ്പെട്ടു പോയി, ഒത്തിരി നഷ്ടപ്പെട്ടു. ഈ വർഷം നല്ല ഫലം പുറപ്പെടുവിക്കാം. ആ 25-ാം വാക്യം ഒന്ന് വായിക്കാമോ? ജോവൽ
അവിടെ പറഞ്ഞിരിക്കുന്നൊരു പദം കണ്ടോ? വായിച്ചേ. വെട്ടില് നിങ്ങൾ ശ്രദ്ധിച്ചേ. നഷ്ടപ്പെട്ട സംവത്സരം നിങ്ങൾക്ക് പകരം തരും. ഒരാമേൻ പറയാമോ? ഒരാമേൻ പറയാമോ? നഷ്ടപ്പെടുത്തി. അത്തിയുടെ കുഴപ്പമാണോ? ആണോ? ചിലപ്പോൾ ആ ഫലം കായ്ക്കുമെന്ന് അത്തി ആഗ്രഹിച്ചത് ആ ഫലം കായ്ക്കണമെന്ന് പൊഴിഞ്ഞു പോയതായിരിക്കാം. പൂവിട്ടപ്പോഴേ പൊഴിഞ്ഞു പോയതായിരിക്കാം. പലപ്പോഴും 1, 2, 3 വർഷം കായ്ക്കുന്നത്, അതേ നീ പരിച്ഛേദനം ആക്കി വിട്ടേക്കണം എന്ന് പറഞ്ഞാൽ അത് തിന്നരുത്. വചനം പ്രമാണം അങ്ങനെ. 4-ാം കൊല്ലത്തേത് എന്ത് ചെയ്യണം? 4-ാം കൊല്ലത്തേത് സ്തോത്രത്തിന് എവിടെ കൊണ്ടുവരണം? ആലയത്തിൽ കൊണ്ടുവരണം. നിന്റെ ദൈവത്തിന് സ്തോത്രത്തിന് 5-ാം കൊല്ലത്തെ എന്ത് ചെയ്യണം? വർധനവോടെ നീ കഴിക്കണം. ഒരുപക്ഷെ ഇതെല്ലാം പൂത്തതായിരിക്കാം. ഒരുപക്ഷെ പൂത്തതായിരിക്കാം. പൂത്ത അനുഭവങ്ങൾ ഉണ്ടാകാം. സ്തോത്രം. ഫലം അനുഭവിക്കുന്ന വർഷത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ടുമില്ല, എങ്ങനെയോ പൊഴിഞ്ഞു പോയതായിരിക്കാം. ചൂടിന്റെ കാഠിന്യമാകാം, അല്ലെങ്കിൽ മറ്റ് കാലാവസ്ഥ പ്രശ്നങ്ങളാകാം. പക്ഷേ വേദനപ്പെട്ടിരിക്കുക, കായ്ക്കാത്തതിൻ്റെ വേദന. പക്ഷെ പറയുന്നു നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ. ആ പദം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഞാനത് ഇംഗ്ലീഷിൽ വായിച്ച് കേൾപ്പിക്കാം. I will repay you for the years the locusts have eaten. എന്ന് പറഞ്ഞാൽ വെട്ടുക്കിളി തിന്ന സംവത്സരം ഞാൻ റീപേ ചെയ്യും എന്ന് പറഞ്ഞാൽ തിരികെ അടച്ച് ആ സംവത്സരത്തെ നഷ്ടപ്പെട്ടതും കൂടെ എന്ത് ചെയ്യും? ഒന്നിച്ചു തരും. ഒരാമേൻ പറയാമോ? അതാ ദൈവത്തിന്റെ പ്രതീക്ഷ. നഷ്ടം വരുത്തിയവന് നഷ്ടങ്ങൾ ഒന്നിച്ചു തരാൻ ദൈവം മതിയാവൻ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പോരാ, ഇത്രയും ആമേൻ പറഞ്ഞാൽ പോരാല്ലോ. നഷ്ടപ്പെട്ടതിനെ റീപേ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മടക്കിത്തരാൻ ദൈവം മതിയായവൻ. നിങ്ങൾക്കറിയാം, ഈ എക്സ്ചേഞ്ചിലൊക്കെ പൈസ അയച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിലോട്ട് നിങ്ങൾ പൈസ അയച്ചെന്നിരിക്കട്ടെ. ആ അയച്ചയാളിൻ്റെ അക്കൗണ്ട് ഇല്ല, അത് ക്യാൻസൽ ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? എന്ത് സംഭവിക്കും? പറ. അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ എന്ത് ചെയ്യും? അനുഭവമുള്ള എത്ര പേരുണ്ട്? അതിനാ നമ്മൾ ഈ ട്രാൻസാക്ഷൻ അയക്കുമ്പോൾ ഈ ഗൂഗിൾ പേ ഒക്കെ നോക്കും, 1 രൂപ നമ്മളൊന്ന് അയച്ചു നോക്കും. ശരിയല്ലേ മക്കളെ? ശരിയല്ലേ? അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്, ഓക്കെ ആണോ എന്ന്. എന്നാൽ ചെക്ക് ചെയ്യാതെ അയച്ചു, അതൊന്ന് പോയെന്നിരിക്കട്ടെ, അവരുടെ അക്കൗണ്ട് ഇല്ല. പക്ഷേ അടുത്ത നടപടി എന്താണെന്നറിയാമോ? അതിനെ തിരികെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യും? അത് തിരികെ വരും, തിരിച്ചിടും. എക്സ്ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ അങ്ങനല്ലേ മക്കളെ? അത് തിരിച്ചു തരും. അപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുക. ഇപ്പം എന്താ? എൻ്റെ എല്ലാം പോയി, അധ്വാനിച്ചത് മുഴുവൻ പോയി. ഞാനിങ്ങനെ പറയാം, ഈ പാടത്ത് കൊണ്ടുവന്ന് വിത്തിടുവല്ലോ. പാടി ഫീൽഡിൻ്റെ കാര്യം പറഞ്ഞ, പാടമെന്ന് പറഞ്ഞാൽ കൊല്ലത്തും അറിയാതിരിക്കുമല്ലോ. സ്തോത്രം. പാടത്ത് കൊണ്ടുവന്ന് വിത്ത് വിതയ്ക്കും. വിത്ത് വിതച്ച് ഏതെങ്കിലും കൃഷിക്കാരൻ പറയോ ഉള്ളത് മുഴുവൻ കൊണ്ടുവന്ന് പാടത്തോട്ടങ്ങ് പറയൂ അച്ഛാ? സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പാടത്ത് വിത്തെറിഞ്ഞേച്ച് പറയുമോ ഉള്ളത് മുഴുവൻ കൊണ്ടുവന്ന് കണ്ടെത്തി കൊണ്ടുവന്ന് കമത്തിയെന്ന്? ഇല്ല. There is a hope. ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അത് കിളുക്കും, അത് ആർത്തു വരും, അത് ഫലം കായ്ക്കും. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, നഷ്ടമായ വർഷം
തിരിച്ചു തരും. എനിക്ക് ഇംഗ്ലീഷ് പദം ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇംഗ്ലീഷ് പദം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഐ വിൽ റീപേ the locust has eaten. എന്താ? നഷ്ടമായ സംവത്സരങ്ങൾ. KJV കൊടുത്തിരിക്കുക ഐ വിൽ റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ യഥാസ്ഥാനപ്പെടുത്തുക. അത് അതിലും വലിയൊരു വാക്ക എന്ന് പറഞ്ഞാൽ യഥാസ്ഥാനം വരുത്തുക എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ എന്ന് പറയുമ്പോൾ പുതുക്കം വരുത്തി പുനഃസ്ഥാപിക്കുമെന്ന് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ കിടന്നതിനെ ഞാൻ 4 പേര് കാണുക എന്ത് ചെയ്യും? സ്ഥാപിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പുതിയ ബോർഡ് ഇന്നലെ വരെ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പുതിയ ബോർഡ് സ്ഥാപിക്കുമെന്ന് 4 പേര് കാണത്തില്ലേ? എന്ന് പറഞ്ഞാൽ 4 പേര് കാണുക ഞാനത് ചെയ്യും. വിശ്വസിക്കുന്ന ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? 4 പേര് കാണുക ഞാൻ തിരികെ തരും. വിശ്വസിക്കാമോ? കരങ്ങളൊന്നടിച്ചേ. 4 പേര് കാണുക മാനിക്കപ്പെടണം. നിന്റെ കുടുംബത്തെ നോക്കി ഞാൻ പ്രവചിക്കാം. 4 പേര് കാണുക ഒരു മാന്യത വീട്ടിനകത്ത് വരണം. ദേശം കാണുക ഒരു മാന്യത അതേ ദേശത്ത് വരണം. ഈ വചനം കേൾക്കുന്നവര് വീട്ടിനകത്തൊരു മാന്യത വരണം. അത് 4 പേര് കാണുക ഒരു റീസ്റ്റോർ ചെയ്യുന്ന അനുഭവം, തിരിച്ചു വെക്കുന്ന അനുഭവം, ഒരു റെസ്റ്റോറേഷൻ. ആ പദത്തിൽ ഞാൻ തുടങ്ങാം. റെസ്റ്റോറേഷൻ, പുനഃസ്ഥാപനം, റീപേ, മടക്കി തരുന്ന അനുഭവം. ശ്രദ്ധിച്ചേ, ഒരു വലിയ അർത്ഥം ഇതിൻ്റെ പിൻപിലുണ്ട്. മടക്കി കിട്ടണേ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും? ആത്മാവിൻ്റെ പകൽ അങ്ങനെ എന്നെ നയിക്കുന്നു. കുഞ്ഞുങ്ങളത് കാണിച്ചപ്പോഴാ പദവും അങ്ങനെ അതൊരു ദൈവിക നടത്തിപ്പാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഒരു ചിന്ത പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ അതിൻ്റെ 15-ാമത്തെ അധ്യായം അതിൻ്റെ 8ഉം 9ഉം വാക്യമൊന്ന് വായിക്കാമോ? ഇരിക്കട്ടെ, കാണാതെ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ. അത് കാണാതെ പോയാൽ അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? 8-ാം വാക്യത്തിൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി എന്ന് പറയാ. അത് കണ്ട് കിട്ടും വരെ. കിട്ടിയപ്പോ അവൾ എന്തോ ചെയ്തു? കണ്ട് കിട്ടിയത് കൊണ്ട് പറഞ്ഞേ സ്നേഹിതന്മാരെയും അയൽക്കാരത്തുകളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ തിരിച്ചു കിട്ടി, കണ്ടുകിട്ടി എന്ന് പറഞ്ഞ് എന്നോടുകൂടെ സന്തോഷിക്കും. ഞാൻ പറഞ്ഞ വാക്കൊത്തുവരുന്നു. കണ്ടുകിട്ടുന്ന വർഷമാകണം. നഷ്ടമായത് തിരികെ പ്രാപിക്കുന്ന വർഷമാകണം. Restore the years, the lost years. നഷ്ടമായ സംവത്സരങ്ങൾ റിസ്റ്റോർ ചെയ്യണം. ദൈവത്തിങ്കൽ നിന്ന് ഒരു റീപേയ്മെന്റ് പ്രാപിക്കുന്ന അനുഭവം പ്രാപിക്കണം. അപ്പൊ കണ്ട് കിട്ടണേൽ എന്ത് ചെയ്യണം? സൂക്ഷ്മത്തോടെ, വളരെ കറക്റ്റ് വാക്ക്, ഞാനത് ചിലപ്പം വിട്ടുപോയനെ, കറക്റ്റായിട്ട് അമ്മ പറഞ്ഞു. സൂക്ഷ്മത്തോടെ അടിച്ചുവാരി വിളക്കം കത്തിച്ച് നോക്കണം. നിങ്ങൾക്കറിയാമോ, വലിയൊരു ഉത്തരവാദിത്വമാണ് ഇവളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. വേദപഠിതാക്കളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്, യഹൂദ കഷ്ടത്തിൽ കാണാൻ വന്ന ചെറുക്കൻ പെൺകുട്ടിയെ കണ്ടേച്ച് 10 ദിരഹ്മ കൊടുത്തേച്ച് പോയിരിക്കുക. അവൻ വരുന്നവരെ എന്തോ ചെയ്തോണം? ഈ 10 നാണയം സൂക്ഷിച്ചോണം. പോയാൽ ഇവളാരാ? അവിശ്വസ്തയാ, വിശ്വസ്തയല്ല. കല്യാണം നടക്കാതെ വരും. അപ്പോൾ സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാ? അപ്പോൾ അതിനിടയ്ക്കത്തെ ഒരു പദം കണ്ടോ? കാണാതെ പോയാൽ വിളക്ക് കത്തിച്ച് അടിച്ചുവാരി. അതാണ് അത്തിക്ക് വേണ്ടി ചെയ്തത്. അടിച്ചു വാരുമ്പോൾ എന്താ സഹോദരിമാരെ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്? ഞാൻ സഹോദരന്മാരെ അങ്ങ് ഒഴിവാക്കുക. ചില സഹോദരന്മാരൊക്കെ തൂത്തുവാരുമൊക്കെ ചെയ്യും, എന്നാലും സഹോദരിമാരാ കൂടുതലും ചെയ്യുന്നത്, അല്ലേ? സ്തോത്രം. അടിച്ചു വാരുക എന്ന് പറയുമ്പോൾ
ചിലപ്പോൾ പാസ്റ്റേഴ്സ് വരുമ്പോൾ ഒരു തൂപ്പുണ്ട് വീട്ടിൽ. അതെങ്ങനെയാണെന്നറിയാം? പാസ്റ്റർമാർ വരുമ്പോൾ വണ്ടി മുറ്റത്ത് വരുന്നുണ്ടേ, അമ്മാമ്മ ചൂലെടുക്കും, ഓടി ചൂലെടുത്തേച്ച് കുഞ്ഞുങ്ങളൊക്കെ അവിടെ വല്ലാണ്ട് ഇട്ടിരിക്കുകയായിരിക്കും. ആ ചൂലെടുത്തോണ്ട് എന്ത് ചെയ്യുന്ന ഒരൊറ്റ കറക്ക്. ആ ചൂലെടുത്തൊരു കറക്ക്. ആ കറക്ക് കറക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? അതെല്ലാം കൂടെ മേശയുടെ കീഴിലും കട്ടിലിന്റെ കീഴിലും ശോഭയുടെ കീഴിലും എല്ലാം കൂടെ എന്ത് ചെയ്തോളൂ? ആ കുഞ്ഞുങ്ങൾ അവിടെ ഇട്ടതെല്ലാം കൂടെ എങ്ങോട്ട് പൊക്കോളൂ? കറക്ക്. അങ്ങനെ ചെയ്തിട്ടില്ലേ? പെട്ടെന്നാണ്, അങ്ങനല്ലേ പറ്റത്തുള്ളൂ. മാസ്റ്റർ വരുന്ന ഒരൊറ്റ കറക്ക്, അല്ലെ ഒരു വീസ്, ചൂലെടുത്തൊരു വീസ്, അത് അടിച്ചു വാരുക അല്ല. ആണോ? നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ? സ്തോത്രം. ഇപ്പൊ പിന്നെ ഫോണൊക്കെ ചെയ്തിട്ടാ കൂടുതലും വരുന്നത്. ഫോണൊക്കെ ചെയ്യാതെ വരുമ്പോഴാണ് ഈ പരിപാടി ഉണ്ടാകുന്നത്. പെട്ടെന്നൊരു കറക്കം. ഇത് അടിച്ചു വാരുക അല്ല, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നാൽ അടിച്ചു വാരുന്നത് അങ്ങനല്ല. അടിച്ചു വാരുക എന്ന് പറയുമ്പോൾ ഇവിടെ അടിച്ചു വാരണമെങ്കിൽ ഈ പുൽപിറ്റ് എന്ത് ചെയ്യണം? ഇത് പുറകോട്ട് മാറ്റി, ഇത് മുഴുവനും എന്ത് ചെയ്യണം? മേശ മാറ്റി, കട്ടില് മാറ്റി, കസേര മാറ്റി, എല്ലാം ഒന്ന് തൂത്തെടുത്താൽ വീട്ടിൽ പോയി നോക്കിയാൽ ഇന്നും കിട്ടും ഒരു എന്താ പറയുക, ബാസ്ക്കറ്റ് നിറച്ച് പൊടി കിട്ടും. നമ്മുടെ പലപ്പോഴും തൂപ്പ് എങ്ങനെയെന്നറിയാമോ? അഡ്ജസ്റ്റ്മെന്റ് തൂപ്പാണ്. ആമേൻ. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. രണ്ട് സഹോദരിമാർ ചിരിക്കുന്നു, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്നാൽ ആ കസേര മാറ്റി, ആ കട്ടില് മാറ്റി, ആ മൂലക്കോട്ടും കൂടെ നോക്കി, ആ മൂലക്കെല്ലാം ചുക്കിട്ട് പിടിച്ചിരിക്കുമായിരിക്കും. സ്തോത്രം. ഒന്ന് നോക്കിയാൽ ഒരു ചെറിയ ഡസ്റ്റ്ബിന്നകത്ത് കൊള്ളാവുന്ന പോലുള്ള പൊടി എവിടെ കാണും? നമ്മുടെ ഈ പ്രധാനപ്പെട്ട ലിവിംഗ് റൂമിൽ തന്നെ കാണും. സ്തോത്രം. ആമേൻ. പക്ഷെ ഈ സഹോദരി ചെയ്ത് എന്താണെന്നറിയോ? അടിച്ച് വാരി മുഴുവൻ നോക്കി, മൊത്തം നോക്കി. സോഫയൊക്കെ തിരിച്ചെടുത്തിട്ടു. എന്റെ ഭാഷയിൽ എന്ന് പറയാം, സോഫയൊക്കെ എന്ത് ചെയ്തു? തിരിച്ചെടുത്തിട്ടു. മേശയെടുത്ത് പൊക്കിയെടുത്ത് എന്ത് ചെയ്തു? മാറ്റി. മേശ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് എന്ത് ചെയ്തു? മാറ്റി. ഗ്ലാസിന് ഇടയിലെങ്ങാനും ആയിപ്പോയോ? മൊത്തം നോക്കി. ഇത് തന്നെ അത്തിയുടെ കേസിലും ഒരു വർഷം കൂടെ നിൽക്കട്ടെ. ചുവട് എന്ത് ചെയ്യാം? ഒന്ന് കിളയ്ക്കണം. മനസ്സിലായവർക്കായി സ്തോത്രം. ഈ ആണ്ടി ഞാൻ എന്തോ ചെയ്തോളാം? ഒന്ന് കിളയ്ക്കാം. ഈ ദൂതിന്റെ കാതലായ വിഷയം ഒന്ന് കിളയ്ക്കണം, ഒന്ന് അടിച്ചു വാരണം. കിളയ്ക്കണേൽ എന്തോ ചെയ്യണം? തൂമ്പ എടുത്ത് അല്ലെ കൂന്താലി എടുത്ത് കൊത്തണം. സ്തോത്രം. ഇനി ആഞ്ഞങ്ങാനും വെട്ടാനൊക്കൂ? വേര് പൊട്ടിപ്പോകണോ? കൃഷി അറിയാവുന്ന അമ്മാമയ്ക്കറിയാം, വേരെന്ത് ചെയ്യും? പൊട്ടിപ്പോ വച്ച. സ്തോത്രം. എന്നാൽ ഇപ്പോഴത്തെ പലർക്കും അറിയത്തില്ല. സ്തോത്രം. ഞാന് നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഈ അന്യസംസ്ഥാന തൊഴിലാളി, അവർക്ക് പറയുന്നൊരു പേരുണ്ടല്ലോ പൊതുവിലെ, അല്ലല്ല, നമ്മളെ സർക്കാർ ഇട്ടിരിക്കുന്ന ബഹുമാനിക്കാൻ വേണ്ടി ഒരു പേരവരെ വിളിക്കുമല്ലോ, അതിഥി തൊഴിലാളി. ഓക്കെ, ഒരിക്കലും അവരെങ്ങനൊന്നും വിളിക്കണ്ട, അവർ ജോലി ചെയ്യുന്നവരെല്ലാം ബഹുമാനിക്കണം. അതിഥി തൊഴിലാളികള്, അതിലൊരാളെ ഞാനൊരു ദിവസം വീട്ടിൽ വിളിച്ചു, പണിക്ക് വിളിച്ചു. അപ്പം സംഭവിച്ചത് ഇങ്ങനെയാണ്. ഇവര് വന്നിട്ട് തെങ്ങിനും പ്ലാവിനും ഇതെല്ലാം എന്തിനും മണ്ണ് ഇതിന്റെ ചുവട്ടിലോട്ടെന്ന് മൊത്തം കൂട്ടിയിട്ടു. അവർക്ക് ഇത് അറിയത്തില്ല ചെയ്യാൻ. ആ വന്ന ആൾക്ക് അറിയത്തില്ല. എനിക്ക് സ്ഥിരം വരുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം തിരിച്ച് ബീഹാറിൽ പോയത് കൊണ്ടാണ്. പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടു. ചുരുക്കി പറഞ്ഞാൽ പിന്നത്തേതിൽ ഇതെല്ലാം മണ്ണെല്ലാം ചെയ്തു മാറ്റി. അത് മാറ്റാൻ പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ സമയം കിട്ടിയത് എനിക്ക്. മണ്ണെല്ലാം മാറ്റി റൗണ്ടാക്കി വന്നപ്പോൾ ഇതിന്റെ ഇടയ്ക്കെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ? വേര് പൊട്ടി. ആ തടിയുടെ ഏതാണ്ട് അരയടി ഒരടി പൊക്കം വരയ്ക്കുകയാണ് അവർ മണ്ണ് കൂട്ടിയെന്ന്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കിളയ്ക്കുക എന്ന് പറഞ്ഞാൽ മണ്ണെന്ത് ചെയ്യും? പുറകോട്ടും വലിച്ചു മാറ്റി ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഇളക്കി കൊടുത്തു വേണം ഇത്. എന്നിട്ട് വേണം വളവിടാൻ. വേരൊക്കെ പൊട്ടാതെ ചെയ്യണം. പൊട്ടാ സഹോദരൻ അറിയത്തില്ല. ഞാൻ ഒന്നും മിണ്ടിയില്ല, വഴക്കും പറഞ്ഞില്ല. എനിക്കന്ന് നേരമില്ലായിരുന്നു നോക്കാൻ. വൈകിട്ട് 1000 രൂപയും കൊടുത്ത് അദ്ദേഹത്തെ എന്ത് ചെയ്തു? എന്തിനാ ജോലി ചെയ്ത് വെച്ച് അവരെ പിണക്കുന്നു? ശരിയല്ലേ? അറിയത്തില്ല, അവൻ അറിയത്തില്ല. അറിയാത്ത ഒരാളെ ഞാൻ പറഞ്ഞു കൊടുത്തേച്ചാ പോയി ഇങ്ങനെയൊക്കെ ചെയ്യണ്ട, ഞാൻ വട്ടം വരച്ച് കാണിച്ചേച്ചാ പോയത്, പക്ഷെ ചെയ്തപ്പോ ഇങ്ങനെ ആയിരിക്കും. സ്തോത്രം. ഞാൻ പറഞ്ഞത് വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കണ്ണാടി വെച്ച ഒരു ബലഹീനനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വലിയ ആരോഗ്യമൊന്നുമില്ല. സ്തോത്രം. ഒരു കണ്ണിന് കാഴ്ചക്കുറവ് കേട്ടോ, ഒരു കണ്ണ് കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ
അത് ഞാൻ അവസാനം ചോദിച്ചറിഞ്ഞാൽ ഞാനന്ന് ഇവിടെ ഇല്ലായിരുന്നു. പോട്ടെ, സാന്ദർഭിഷ പറഞ്ഞതേ ഉള്ളൂ. കിളയ്ക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം, അത്തിക്ക് കിളയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ചുവട് എന്ത് ചെയ്യും? വൃത്തിയാക്കി കല്ലൊക്കെ എന്ത് ചെയ്യും? അല്ലേ ചമ്മരെ കിളയ്ക്കുമ്പോൾ കൊച്ചു കൊച്ചു കല്ലുകൾ എന്ത് ചെയ്യും? അത് പെറുക്കി മാറ്റും. അതെ, യെശയ്യാവ് 5 അങ്ങനെ കാണുന്നത്, വേലി കെട്ടി അതിലെ കല്ലൊക്കെ പെറുക്കി കളഞ്ഞ് അതിനൊരു ഗോപുരം പണിതു. അതെ, കാത്തിരിക്കുക കഴിക്കാൻ വേണ്ടി. ഇതുപോലെ തന്നെ കിളച്ചു എന്ന് പറഞ്ഞ ആ പദമുണ്ടല്ലോ, ഈ ആണ്ടിൽ നിർത്തിയത് എന്തിനാ? കിളയ്ക്കാനും വളമിടാനും കൂടെ നിർത്തിയിരിക്കുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ കിളയ്ക്കാൻ പറയുമ്പോൾ വെട്ടിക്കൂട്ടരുത്. ഒരാമ പറയാമോ? മനസ്സിലായോ? കിളയ്ക്കാൻ പറയുമ്പോൾ ചുവട് എന്ത് ചെയ്യരുത്? വെട്ടിക്കൂട. ചുവട് വൃത്തിയാക്കണം, പുല്ല് പറിച്ചു കളയണം, കള നീക്കിക്കളയണം, കല്ല് പെറുക്കി കളയണം, എന്നിട്ട് അല്പം വളമിട്ട് കൊടുക്കണം. അതിന് പറയുന്ന പേര് അത്തിയോട് ചേർന്ന് ഞാൻ പറയാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അടിച്ചുവാരൽ ഉണ്ടാകണം. അതിന് പറയുന്നതാണ് അടിച്ചുവാരൽ. അടിച്ചുവാരുക എന്ന് പറഞ്ഞാൽ ആത്മീയ അർത്ഥം ഇങ്ങനാണ്. എന്താണ്? ഇന്റേണൽ ക്ലീനിങ്. ശരിയല്ലേ? ഒരു ക്ലീനിങ് ആവശ്യമാണ്. എവിടെ? ഇന്നർ മൈൻഡിൽ ഒരു ക്ലീനിങ്. എന്തെല്ലാം കിട്ടുമെന്നറിയാമോ? ഇന്നർ മൈൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അടിച്ചു വാരണം, ഒന്ന് കിളച്ച് കല്ലൊക്കെ എന്ത് ചെയ്യണം? മാറ്റണം. ഇന്നർ മൈൻഡ് ക്ലീൻ ചെയ്താൽ എന്തൊക്കെ കിട്ടുമെന്നറിയാമോ? ഇന്നർ മൈൻഡ് ക്ലീൻ ചെയ്താൽ, ഹലോ, അത്തി ഈ ആണ്ട് നിർത്തിയത് എന്തിനാ? ഈ ആണ്ടിൽ അത്തി നിർത്തിയത് എന്തിനാ? ഒരാണ്ടുകൂടെ നിർത്തിയിരിക്കുക. ഒരാണ്ട് കൂടെ ഫലം കായ്ച്ചാലോ എന്ന് കരുതി നല്ലപോലെ കളച്ചു, നല്ലപോലെ വളം എന്ത് ചെയ്തു? ഇട്ടു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 20 ഏറ്റവും നല്ല വളം തന്നെ എന്ത് ചെയ്തു? ഇട്ടു, കിളച്ചു, പൊടിച്ചു, കട്ടയെല്ലാം പെറുക്കി കളഞ്ഞു. കാത്തിരിക്കുകയാണ്. ആത്മീയ അർത്ഥം ഞാൻ പറയാം. 2026 ഒരു കിളയ്ക്കുന്ന വർഷം, കല്ല് നീക്കിക്കളയുന്ന വർഷം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്നർ മൈൻഡ് ഒന്ന് ക്ലീൻ ആക്കിയാൽ എന്തൊക്കെ കിട്ടുമെന്നറിയാമോ? എന്തൊക്കെ കിട്ടും? ഓരോരുത്തർ പറ. നമ്മുടെ ഇന്നർ മൈൻഡ് ക്ലീൻ ആക്കിയാൽ എന്തൊക്കെ കിട്ടും? മോനെ, ഇന്നർ മൈൻഡ് ക്ലീൻ ആക്കിയാൽ എന്തൊക്കെ കിട്ടും അതിനകത്തുനിന്ന്? ഫസ്റ്റ് ഓഫ് ഓൾ നത്തിങ്. സംതിങ്. എന്തോ കിട്ടും അകത്തുനിന്ന്? മമ്പറ ഒരു സമാധാനം കിട്ടും. നല്ല ഒരു സമാധാനം കിട്ടും. അത് ആപ്തായ മറുപടിയാണ്. അപ്പൊ തന്നെ നീക്കി കളയണം. ഈ കിളയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കല്ല് പെറുക്കി കളയത്തില്ലേ? അപ്പം നമ്മുടെ ഇന്നർ മൈൻഡ് ഒന്ന് കിളച്ചെന്നിരിക്കട്ടെ, ഇന്നർ മൈൻഡ് ഒന്ന് ശുദ്ധി ചെയ്തെന്നിരിക്കട്ടെ. വളവിടാൻ പോവാ. വളവിടണമെങ്കിൽ പെറുക്കി കളയണം, കള നീക്കി കളയണം. അപ്പൊ നമ്മുടെ അകത്തൂന്ന് നീക്കിയത് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കും മോനെ? മോനെ എന്തെങ്കിലും ഉണ്ടോ നീക്കിക്കളയാൻ? എന്തൊക്കെ കാണും നീക്കിക്കളയാൻ? ചുമ്മാ ഇരിക്കുക, ആരും മറുപടി പറയാതെ. പ്രായമുള്ള ആള് പറ, എന്തൊക്കെ കാണും? അയ്യോ, സ്തോത്ര സ്തോത്ര സ്തോത്ര. ഇളച്ചാൻ പറഞ്ഞത് പെറുക്കിയാ തീരാത്ത പോലെ കിടക്കുകയാണ്, പെറുക്കിയാ തീരാത്ത പോലെ കിടക്കുകയാണ്. 26 പെറുക്കി കളഞ്ഞ് നമുക്ക് ഫലം കായ്ക്കണം. പെറുക്കി കളഞ്ഞ് നമുക്ക് ഫലം കായ്ക്കണം. ഒരടിച്ചുവാരൽ, മൊത്തത്തിലൊരടിച്ചുവാരല് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറയും. വേദനയാന്ന് പറഞ്ഞ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ തന്നെ രൂപ 15,000 20,000 ഒക്കെ പോയി കിട്ടും. ആൻജിയോഗ്രാം ചെയ്ത ഉടനെ അവർ പറയും, വൈദ്യശാസ്ത്രം കേട്ടാലും ഇല്ലേലും ഞാൻ പറയാം, പെട്ടെന്ന് എന്ത് ചെയ്യണം? അടുത്ത ആൻജിയോപ്ലാസ്റ്റിയുടെ അങ്ങ്. ഞാനൊരു കാര്യം പറയാം. എൻ്റെ അനുഭവത്തിൽ ഞാനൊരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ വിദേശത്ത ഒരു പ്രിയപ്പെട്ടവനെ അവിടെ ചികിത്സിച്ചു. ഹാർട്ടിന് പെയിന്,
അസ്വസ്ഥതകൾ. ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷനാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാർട്ടിന്റെ ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യാൻ പോവുകയാണ്. മോനെ കുട്ടിക്കൊണ്ട് നാട്ടിൽ വന്നു. ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് പറയാത്തത് സോഷ്യൽ മീഡിയയിൽ പോകുന്നോണ്ടാണ്, അല്ലെ ഞാൻ പേര് പറഞ്ഞത്. കോട്ടയത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു, കോട്ടയം ജില്ലയിലെ ഒരു ഹോസ്പിറ്റൽ, അങ്ങനെ ഞാൻ പറയുന്നു. അവര് പറഞ്ഞു, എന്നും എന്റെ മനസ്സിലുണ്ട് അടുത്ത 18, ഏത് 18 ഞാൻ ഓർക്കുന്നില്ല, അച്ഛൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ. അവര് തിരികെ വന്നു. ഏതോ ഒരു ബന്ധുവിനെ കൂട്ടി ആലപ്പുഴ ജില്ലയിലുള്ള വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു, ഒരു 3rd ഒപ്പീനിയൻ. അവര് പറഞ്ഞു, അച്ഛൻ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ദൈവസഭ ശക്തമായി എന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ബൈപ്പാസും വേണ്ട, ചില മരുന്ന് ഞാൻ തരാം, ഞങ്ങൾ തരാം. ഞാൻ പറയട്ടെ, ഈ ഡിസംബർ 31 അയർലൻഡിൽ ഇരുന്നു കൊണ്ട് അച്ഛൻ എനിക്ക് ന്യൂ ഇയർ മെസ്സേജ് അയച്ചു, ഹാപ്പി ന്യൂ ഇയർ അയച്ചു. ഒന്നും ചെയ്തിട്ടില്ല, ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല. ഞാൻ ആർപ്പിച്ചത്, വൈദ്യശാസ്ത്രം പറയുന്നതോർത്ത് ചിലപ്പോൾ നാം പേടിക്കരുത്, ദൈവത്തിന് മറ്റൊന്ന് ക്രമീകരിക്കാൻ കഴിയും. ഞാൻ അദ്ദേഹത്തെ സഭയുടെ ഫ്രണ്ടിൽ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാണ് അയച്ചത്. സ്തോത്രം. ആമേൻ. വീട്ടിൽ ചെന്ന് അപ്രകാരം പ്രാർത്ഥിച്ചയച്ചു. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ ഞാൻ ചേർത്ത് പറയാ, ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് കഴിയും. ഒരാണ്ടിൽ ഒരു വർത്തമാനം, അടുത്തയാണ്ടിൽ വേറൊരു വർത്തമാനം. ആമേൻ. യെരമ്യാ 51 അങ്ങനെ പറയുന്നത്. നീ കേൾക്കുമ്പോൾ നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. ചില വർത്തമാനം കേട്ടാൽ ധൈര്യം ക്ഷയിക്കരുത്. 2026 ഒരു ശുദ്ധീകരണം, ഒരു പെറുക്കിക്കളച്ചിലിന് ആമേൻ ഒന്ന് അവസരം ഒരുക്ക്. അങ്ങനെ പെറുക്കിക്കളയുമ്പോൾ ബൈപ്പാസിലൂടെ ചെയ്യുന്ന അതാണ്, ആ പഴയ നരമ്പൊക്കെ എന്ത് ചെയ്യും, ബ്ലോക്ക് ആയതൊക്കെ മാറ്റി പുതിയത് കൊടുക്കുന്നു. നമുക്കൊരു കിളച്ചാൽ നമ്മുടെ അകത്ത് എന്തൊക്കെ ഇരിപ്പുണ്ടെന്നറിയാമോ? നമ്മുടെ അകത്ത് എന്തൊക്കെ കാണും? ഞാൻ പറയാം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത്ര മാത്രമുള്ളവരെല്ലാം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ അകത്ത് ഇത്ര മാത്രമേ ഉള്ളെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആരും സ്തോത്രം പറഞ്ഞില്ല. അത് കിളച്ച് കഴിഞ്ഞുള്ള അനുഭവമാണ്. എന്നാൽ കിളച്ച് മാറ്റേണ്ട എന്തൊക്കെയാണെന്നറിയാമോ? ശ്രദ്ധിച്ചു കേൾക്കണം. പക, പിണക്കം, ജാരശങ്ക, അശുദ്ധി, ദുർനടപ്പ്, ക്രോധം, ശാഠ്യം, ഭിന്നത, ദ്വന്ദ്വവശം, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. ഇതുണ്ടോ? ഇതാണ് കിളച്ച് എടുത്തു കളഞ്ഞാൽ എന്തുണ്ടാവുക? വളവിട്ടാൽ സ്തോത്രം. ഓക്കെ, ആരോ പറയുന്നുണ്ട് മദ്യപാനം ഇല്ലെന്ന്. അപ്പം ബാക്കി എല്ലാം ഉണ്ട്. പെന്തക്കോസ്തുകാരുടെ മദ്യപാനം ഇല്ല, ബാക്കിയെല്ലാം അപ്പൊ എന്തുണ്ട്? ഈ പുതിയ വർഷത്തിൽ ഞാൻ ഉറപ്പു തരുന്നു, നീക്കി കളഞ്ഞാൽ എന്തോ ചെയ്യും? അടുത്തതകത്ത് കയറി അങ്ങനെ ഫലം കായ്ക്കും. അതിനു വേണ്ടിയാണ് ഈ വർഷം കൂടെ നിർത്തിയിരിക്കുന്നത്. എത്ര പേരെന്നോട് ചേർന്ന് ആമേൻ പറയും? ഒരടിച്ചുവാര് വീട് മുഴുവൻ അടിച്ചുവാരിയാൽ ആമേൻ. സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? നമുക്കും സന്തോഷം, ആ സ്ത്രീക്ക് സന്തോഷം. വചനം പറഞ്ഞു, കണ്ടുകിട്ടിയവിടെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു, അയൽക്കാരെ മുഴുവൻ വിളിച്ചു. എന്റെ പോയത് തിരിച്ചു കിട്ടി. ഇത് തന്നെ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞത്. നിന്റെ നഷ്ടമായ വെട്ടുക്കിളി തിന്നതിന് പകരം ഞാൻ റെസ്റ്റോർ ചെയ്തു തരും, ഞാൻ തിരിച്ചു തരും. പുതിയ വർഷം ഞാൻ തരും. അത് 2026 ആകട്ടെ. വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്?
അടിച്ചു വാരാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ഒരു ക്ലീനിങ്ങിന് തയ്യാറുള്ള എത്ര പേരുണ്ട്? പുതിയത് കർത്താവ് തരും, പുതിയത് കർത്താവ് തരും, പുതിയത് കർത്താവ് തരും. നഷ്ടമായതിന് പകരം ദൈവം തരും. ജീവിതത്തിൽ നഷ്ടമായതിന് പകരം ദൈവം തരും. വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? തിരികെ പിടിക്കുന്ന വർഷമാകട്ടെ. ഭൗതികത്തിലോ ആത്മീയത്തിലോ ശരീരത്തിലോ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ട ഭൗതികം തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ട നന്മ തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ട തലമുറയുടെ അനുഭവം തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ട സന്തോഷം തിരികെ പിടിക്കണം. അങ്ങനെ സ്തോത്രം പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഈ വർഷം കൂടെ നിൽക്കാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? ഒന്ന് കിളയ്ക്കാൻ, ഒന്ന് അടിച്ചു വാരാൻ, എന്നിട്ട് വേണം ഫലം. ഇങ്ങനെ പോയാൽ ഒരു കൊച്ചു പൂ പോലും എന്തുണ്ടാകത്തില്ല, ഒരു പൂ പോലും വരത്തില്ല. പെറുക്കി കളഞ്ഞേച്ച് ഒന്ന് ഉത്സാഹിച്ചു നോക്കി, നല്ല ഫലം കായ്ക്കും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്, ഈ ചിന്തകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമ്മളോട് ഇടപെട്ടു. ഒരാണ്ട് കൂടെ, ഈ കൊല്ലം കൂടെ നിൽക്കട്ടെ. അതായത് 2025 കൂടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് 26-ലേക്ക് പക്ഷേ 26-ൽ കായ്ച്ചേ പറ്റൂ. 2026 ഫലം കായ്ക്കുന്ന വർഷമാക്കണം, ഫലം പുറപ്പെടുവിക്കുന്ന വർഷമാക്കണം, ഫലം അനുഭവിക്കുന്ന വർഷമാക്കണം. അത്യവൃക്ഷം കാക്കുന്നവന് അതിന്റെ ഫലം തിന്നും. അതാണ് ശലോമോന്റെ വാക്കുകൾ. അത്യവൃക്ഷം കാക്കുന്നവൻ അതിന്റെ ഫലം തിന്നുമെങ്കിൽ ഇന്ന് പകൽ കർത്താവേ, എനിക്ക് 2026-ൽ നന്മ അനുഭവിക്കണം. ശലോമോന്റെ വാക്കുകൾ 27:18 സദൃശയിൽ അത്യവൃക്ഷം കാക്കുന്നവന്റെ ഫലം തിന്നും. ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കും, എനിക്ക് നന്മ അനുഭവിക്കണം, ഈ ആണ്ടിന് കൂടെ നിൽക്കുവാൻ പറഞ്ഞിരിക്കും. ഒന്ന് കിളയ്ക്കണം, നീക്കണ്ടോ നീക്കണം. യെസ്, ഒരു പുതിയ അനുഭവത്തിലേക്ക് വരണം. ഒന്ന് കരമുയർത്തി പ്രാർത്ഥിക്കാമോ? പിതാവേ, ഏൽപ്പിച്ചു തരുന്നു, പിതാവേ, ഏൽപ്പിച്ചു തരുന്നു. ഈ ആണ്ടുകൂടെ നിർത്തിയല്ലോ, അത് ഫലം പുറപ്പെടുവിക്കുവാൻ നല്ല ഫലത്തിനായിട്ട് ഏൽപ്പിക്കുന്ന അപ്പ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. സഭയ്ക്കകത്ത് ഫലം വരട്ടെ, പുതിയ നാമ്പിടട്ടെ, ആത്മാക്കൾ വരട്ടെ, എല്ലാ അസൂയയും മാറട്ടെ, എല്ലാ ഭിന്നതയും മാറട്ടെ, എല്ലാ പകയും മാറട്ടെ, എല്ലാ ദ്വന്ദ്വപക്ഷങ്ങൾ മാറട്ടെ, എല്ലാ കർത്താവ് പിണക്കത്തിന്റെ അനുഭവങ്ങൾ മാറട്ടെ, എല്ലാ ഭിന്നതയുടെ അനുഭവങ്ങൾ മാറട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കരമുയർത്തി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തിരികെ പ്രാപിക്കുന്ന നഷ്ടമായ വർഷം, നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരികെ പ്രാപിക്കുന്ന ഒരു വർഷമാകട്ടെ. കർത്താവ് ഈ ആണ്ട് കൂടെ നിർത്തിയിരിക്കുന്നു, ഈ ആണ്ട് കൂടെ കർത്താവ് ആക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ ചുരുക്കമായി സമാപന പ്രാർത്ഥന